നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇഡി നടത്തിയ പരിശോധന. ആ പരിശോധന കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണം നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളടക്കം കണ്ട കാര്യമാണ്. ഇഷ്ടിക ഉപയോഗിച്ച് ഇഡി സഞ്ചരിച്ച വാഹനം തല്ലി പൊട്ടിക്കുകയാണ് ചെയ്തത്. ചില്ലുകൾ തല്ലി തകർക്കുകയുണ്ടായി. ആ വാഹനത്തിൽ മനുഷ്യരുണ്ട്, മനുഷ്യജീവനാണ് ഉള്ളത് എന്ന ഒരു പരിഗണന പോലും നൽകാതെ എന്തിൻ്റെ പേരിലാണ് ഈ വാഹനത്തിന് നേരെയും ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന ചോദ്യം ഒരു വശത്ത് ബാക്കി നിൽക്കുകയാണ്. ഇങ്ങനെയാണോ ഈ സംഭവത്തെ പ്രതിരോധിക്കേണ്ടിയിരുന്നത്? ഇത്തരത്തിലാണോ ഈ സംഭവത്തെ നേരിടേണ്ടിയിരുന്നത്? ചോദ്യം ശക്തമാണ്. ഇഡി ഉദ്യോഗസ്ഥർ സ്വാഭാവികമായ കാര്യമാണ് ചെയ്തത്. ചോദ്യം ചെയ്യുന്നു, അവർ സമാധാനമായി തിരിച്ചു പോകുന്നു. അതിനിടയിൽ കാര്യങ്ങൾ വഷളാക്കി പ്രവർത്തകർ എന്ന് വേണം പറയാൻ. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതിരുന്നുവെങ്കിലും ഒരു പ്രതിഷേധം മാത്രം, അതിലപ്പുറം ഒരു കയ്യാങ്കളി അല്ലെങ്കിൽ വാഹനം തല്ലിപ്പൊട്ടിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങാതിരുന്നുവെങ്കിൽ തീർത്തും നമുക്ക് ആശ്വസിക്കാമായിരുന്നു. വലിയ രീതിയിൽ ഒരു ക്രമസമാധാന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അദ്ദേഹം പിണറായി വിജയൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥർ തിരിച്ചു പോകുന്ന വഴിക്കാണ് തിരുവനന്തപുരത്ത് മാത്രമാണ് ഇത്തരത്തിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത്. കണ്ണൂരിലെ വീട്ടിലും ഇഡി പരിശോധന നടത്തിയിരുന്നു. കണ്ണൂരിലെ ഇഡി ഉദ്യോഗസ്ഥരും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതായത് പരിശോധന നടത്തി തിരിച്ചു മടങ്ങിയിരുന്നു. കൂക്കി വിളിച്ചു എന്നതിൽ അപ്പുറം മറ്റ് ആക്രമണമൊന്നും നടന്നിട്ടില്ല. അത്തരത്തിൽ പോരായിരുന്നോ തിരുവനന്തപുരത്തും എന്ന ചോദ്യമാണ് എന്തിന് പാർട്ടി പ്രവർത്തകർ തന്നെ പരസ്പരം ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്. ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുക മാത്രമല്ല, ഇഡി സഞ്ചരിച്ച വാഹനത്തിന് നേരെ CPM പ്രവർത്തകർ ചുടുകല്ല് ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ അവരെ തടയുകയുണ്ടായി ബിനീഷ് കോടിയേരി. ആ കാഴ്ച കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. അതായത് പ്രവർത്തകർ ചുടുകല്ല് എറിയുന്നു ഈ കാറിൻ്റെ ചില്ലിന് നേരെ, മുൻവശത്തെ ചില്ലിന് നേരെ. അവരെ പിടിച്ചു മാറ്റി എറിയരുത്, മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ബിനീഷ് കോടിയേരി അവരെല്ലാം മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ബിനീഷ് കോടിയേരി അങ്ങനെ ചെയ്യരുത്, ആക്രമിക്കരുത് എന്ന് പറയുകയും വാഹനം മുന്നോട്ടെടുക്കുമെന്ന് ഇഡി ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറോട് പറയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയുടെ സാന്നിധ്യവും ഏറെ ചർച്ചയായി, ഏറെ ശ്രദ്ധേയമായി. മാത്രമല്ല ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരി പരിഹാസ രൂപേണ ഇഡിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ന് സഖാവ് പിണറായിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് എന്ന് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് പോസ്റ്റ് ചെയ്തത്. മറ്റൊരു പോസ്റ്റിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല, മടിയിൽ കനമില്ലാത്ത സഖാവ് പിണറായി വിജയൻ മരണം വരെ CPIM ആയിരിക്കും, വല്ല കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ഇഡി പോരുന്ന വഴി BJPക്ക് ഒരു നേതാവിനെ കിട്ടുമെന്നാണ് ബിനീഷ് പരിഹാസ രൂപേണ മറ്റൊരു പോസ്റ്റിൽ കുറിച്ചത്. അതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി ചർച്ചയാകുന്നുണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഉൾപ്പെട്ട ഇഡി കേസിൽ പാർട്ടി എടുത്ത നിലപാട് ഇപ്പോൾ ചർച്ചയാവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കേസുമായി ബന്ധപ്പെട്ട ഇഡി റെയ്ഡിൽ PB അംഗം പിണറായി വിജയന് CPM പരിധിവിട്ട പ്രതിരോധം തീർത്തിരിക്കുന്നു എന്ന ആക്ഷേപം എന്ന വിമർശനം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതിനിടയിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഉൾപ്പെട്ട ഇഡി കേസിലെ പാർട്ടി നിലപാട് എന്തായിരുന്നു എന്നത് ചർച്ചയാകുന്നത്. 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇഡി മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ബിനീഷിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആരോപണമാണെന്നും പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു കോടിയേരിയുടെ നിലപാട്. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാതെ അത് സംബന്ധിച്ചൊന്നും പറയാനാകില്ല എന്നും അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ റെയ്ഡ് പിണറായിയുടെ മകളിലേക്കും പിണറായിയുടെ വീട്ടിലേക്കും എത്തിയതോടെ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ മാറി മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വീണയ്ക്ക് വേണ്ടി ഈ വിഷയത്തിൽ മുൻപെല്ലാം പ്രതിരോധം തീർത്തത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രതിരോധം തീർത്തത് പാർട്ടി തന്നെയാണ്. വീണ വിജയൻ ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രതിരോധിക്കുന്നതും മറുപടി പറയുന്നതും പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനും അടക്കമുള്ളവരാണ്. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമായിരിക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിരോധം പാർട്ടി സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം അണികൾക്കിടയിൽ നിന്ന് തന്നെ മുഴങ്ങുകയാണ്. മകൻ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞൊഴിഞ്ഞ കോടിയേരി ഇടക്കാലത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡ് തുടങ്ങി 1 മണിക്കൂർ തികയും മുൻപേ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. CPM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ നിശ്ചയിച്ചു. സംസ്ഥാന
സംസ്ഥാന സെക്രട്ടറി തന്നെ ഇഡിക്കെതിരെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി അടക്കം അറസ്റ്റ് കൈവരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇഡി അന്വേഷണം തുടങ്ങിയതേയുള്ളൂവെങ്കിലും വീണയുടേത് നിയമപരമായ ബിസിനസ് ഇടപാടാണെന്നും ഇക്കാര്യത്തിൽ പിണറായിക്ക് ഒരു പങ്കുമില്ലെന്നും പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇത് പിണറായിയുടെ മകളുടെ കാര്യം, അതായത് വ്യക്തിപരമായ കാര്യമാണ് അങ്ങനെ ഒരു വാദത്തിൽ ഇവിടെ സ്ഥാനമില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. പിണറായി കൂടി താമസിക്കുന്ന വീട്ടിൽ വീണയ്ക്കെതിരെ ഇഡി റെയ്ഡ് നടക്കുമ്പോൾ പ്രതിഷേധിച്ച CPM പ്രവർത്തകരുടെ മുൻനിരയിൽ ബിനീഷ് കോടിയേരിയും ഉണ്ടായിരുന്നു എന്നത് കാലം കാത്തുവെച്ച നീതിയാണോ അതോ ഇത് പിണറായിക്കുള്ള ഒരു മറുപടിയാണോ, ഒരു മധുര പ്രതികാരമാണോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. 2020 ബിനീഷിന്റെ കേസ് വന്നത്. അന്ന് പിണറായി പറഞ്ഞത് ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് അറിയാതെ അത് സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കുമെന്നാണ് പിണറായി പറഞ്ഞത്. അതായത് ആ കുടുംബം നോക്കിക്കോളുമെന്നാണ് പറഞ്ഞത്, പാർട്ടിക്ക് അതിൽ ബന്ധമില്ല എന്ന്. കോടിയേരി പറഞ്ഞത് ബിനീഷ് ഒരു പൊതുപ്രവർത്തകനല്ല, വ്യക്തിപരമായി ഉയർന്നു വന്ന ആരോപണമാണിത്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉയർന്ന ശിക്ഷയും കൊടുക്കട്ടെ, പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി തെറ്റായ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആ കുടുംബത്തിനുണ്ട്, അത് അവർ ചെയ്യട്ടെ എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ബോധപൂർവമായി കെട്ടിച്ചമച്ച കേസാണിതെന്നായിരുന്നു MP ഗോവിന്ദന്റെ പ്രതികരണം. പിണറായിക്കെതിരായ കേസായി അല്ല കാണുന്നത്, കേരളത്തിലെ പാർട്ടിക്കെതിരായ കടന്നാക്രമണത്തിന്റെ അവസാനത്തെ ആയുധമാണിത്. പാർട്ടിയെ തകർക്കാൻ പിണറായിയെ തകർത്താലാണ് സാധിക്കുക എന്ന് കരുതിയുള്ള കടന്നാക്രമണം. ജനകീയമായും നിയമപരമായും ഇതിനെ പ്രതിരോധിക്കും. ഒരു തരത്തിലുമുള്ള തെറ്റായ നിലപാട് പിണറായി സ്വീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നായിരുന്നു MP ഗോവിന്ദൻ പറഞ്ഞത്. ഇനി എന്താണ് ബിനീഷ് കോടിയേരി പറഞ്ഞതെന്ന് നോക്കാം. പിണറായിയുടെ കുടുംബം പാർട്ടി കുടുംബം എന്ന നിലയിൽ എൻ്റെ കൂടി കുടുംബമാണ് എന്നാണ് ബിനീഷ് കോടിയേരിയുടെ വാക്കുകൾ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം എങ്ങനെ ചിന്തിച്ചുവെന്ന് ഞാൻ നോക്കേണ്ട അവസരമല്ല ഇത്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാടിനൊപ്പമാണ്. സഖാവ് കോടിയേരി ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എടുക്കുമായിരുന്ന നിലപാട് എന്താണോ അതാണ് ഞാനിപ്പോൾ എടുക്കുന്നതെന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ MP ഗോവിന്ദനും പിണറായി വിജയൻ്റെയും നിറുകയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ് ബിനീഷിൻ്റെ ഈ തീ പാറിക്കുന്ന വാക്കുകൾ. ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കൈവിട്ട അവർക്കൊപ്പം അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുകയാണ് ബിനീഷ് കോടിയേരി. ഇത് നൽകുന്ന പാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നു ബിനീഷ് കോടിയേരി എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ബിനീഷിന്റെ ഒരു സാന്നിധ്യം വളരെ പക്വതയാർന്ന സാന്നിധ്യമാണ് ബിനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് പ്രവർത്തകരൊക്കെ വാഹനം അടിച്ചു പൊട്ടിക്കുമ്പോൾ അതിനെ തടയുകയുണ്ടായി. ഇത്തരത്തിലല്ല പ്രതിരോധിക്കേണ്ടതെന്ന ബോധമുണ്ടായിരുന്നു ബിനീഷ് കോടിയേരിക്ക് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്.